1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. കൊളംബോയിൽ നിന്ന് മാധ്യമപ്രവർത്തക സ്പോർട്സ് ജേർണലിസ്റ്റ് അഞ്ജന ശശി ചേരുന്നു. അഞ്ജന, എന്താണ് സ്റ്റേഡിയം ഒരു നിറഞ്ഞു കവിഞ്ഞ കാഴ്ചയാണ്, ഇന്ത്യൻ ആരാധകർ തന്നെയായിരിക്കും കൂടുതൽ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? തീർച്ചയായും ഇന്ത്യൻ ആരാധകരെ കൊണ്ട് സ്റ്റേഡിയം മാത്രമല്ല കൊളംബോ നഗരം തന്നെ നിറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഈ നഗരം മുഴുവനായി ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ പോലും പറയുന്നത് ഇത്രയും കാലം ഇല്ലാത്ത പോലെ ഇന്ത്യക്കാരുടെ കുത്തൊഴുക്കാണ് ഇങ്ങോട്ടെന്നാണ്. സാധാരണ പാകിസ്ഥാനികളും ഇന്ത്യക്കാരും ഏകദേശം തുല്യമായ രീതിയിലാണ് ഇവിടെ എത്താറുള്ളത്. പക്ഷെ ഇത്തവണ ഇന്ത്യക്ക് തന്നെയാണ് മേൽക്കൈ. എവിടെ നോക്കിയാലും ഇന്ത്യക്കാരാണ്. ഹോട്ടലുകളിലും റോഡുകളിലും എല്ലാം ഇന്ത്യക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വരുന്ന വഴി തന്നെ പാകിസ്ഥാനേക്കാൾ കൂടുതലായിട്ട് ഇന്ത്യക്കാർ നിറഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ അവിടെയും മലയാളികളെ തെരഞ്ഞു. പക്ഷെ സാധാരണ നമ്മൾ എല്ലായിടത്തും ഓരോ മലയാളികളെ കാണുമെന്ന് പറഞ്ഞ പോലെ ഇവിടെ നോക്കിയപ്പോൾ ഒരു മലയാളിയെ പോലും കാണാൻ കിട്ടിയില്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു വിശേഷം. ഈ കമന്റ് ബോക്സിലൊക്കെ വലിയ ചോദ്യം ഉയരുന്നത് അഞ്ജന, അവിടെ മഴയുണ്ടോ ഇല്ലെങ്കിൽ ഈ കളി മഴ മുടക്കുമോ എന്നുള്ള വലിയൊരു ആശങ്കയുണ്ട്. സത്യത്തിൽ കൊളംബോയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പ്രിയ പ്രേക്ഷകർക്കൊക്കെ തന്നെ ഉത്തരം നൽകാൻ പറ്റുന്നത് ഇപ്പോൾ അഞ്ജനയ്ക്കായിരിക്കും. എന്താണ്, മഴയുണ്ടോ? നമുക്ക് ആശങ്കപ്പെടേണ്ട വല്ല സാഹചര്യം ഉണ്ടോ? നിലവിൽ ഇപ്പൊ കുഴപ്പമില്ലാത്ത സാഹചര്യമാണ്. പക്ഷെ കൊളംബോയിലെ കാലാവസ്ഥ നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. എപ്പോ വേണമെങ്കിലും മഴ പെയ്യാം എന്നുള്ളതാണ്. വൈകിട്ട് ഒരു 4 മണി വരെ നല്ല വെയിലായിരുന്നു. അതിനുശേഷം ചെറുതായി കാർമേഘം ഉരുണ്ടുകൂടിയെങ്കിൽ കൂടി പിന്നീട് അത് മാറി നല്ല കാലാവസ്ഥയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ഇപ്പോ യാതൊരു തരത്തിലുള്ള ഭീഷണിയും ആകാശത്ത് നിന്ന് നമുക്ക് നേരിടേണ്ടതില്ല. എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ആകാംക്ഷയോടെയാണ് മത്സരത്തിന് കാത്തിരിക്കുന്നത്. പുറത്തും അകത്തും എല്ലാം ബഹളം തന്നെയാണ്. ആരാധകരുടെ തിരക്കാണ്. ശ്രീലങ്കക്കാർ വരെ ഇപ്പോൾ 2 ചേരിയിലായി നിന്നുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ജയവിജയം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും ഗംഭീര മത്സരമാവട്ടെ. എന്തായാലും ആസ്വദിച്ച് കാണുക. മത്സരം വളരെ ഉപകാരം. കൊളംബോയിൽ നിന്ന് അഞ്ജന ശശി മാധ്യമപ്രവർത്തിയാണ് നമുക്കിപ്പോൾ ചേർന്നത്. അപ്പോൾ വലിയൊരു ആശങ്കയ്ക്കാണ് അല്ലെങ്കിൽ അതിനൊരു ഉത്തരമാണ് അഞ്ജന നൽകിയത്. മഴയില്ല. എന്തായാലും ഒരു ഫുൾ മാച്ച് മത്സരം തന്നെ, 40 ഓവർ മത്സരം തന്നെ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇനി ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടങ്ങൾ എന്നും ആവേശമാണ്. പക്ഷേ ഈ നേർക്കുനേർ പോരാട്ടത്തിൽ ആരാണ് മുന്നിൽ, ഇല്ലെങ്കിൽ ഇന്ത്യക്ക് എന്താണ് മുൻതൂക്കം എന്നത് അറിയേണ്ടതുണ്ട്. അതായത് ഈ മത്സരം 2007 ലോകകപ്പിലൊക്കെ തന്നെ ഈ കുട്ടി ക്രിക്കറ്റിൽ ഒരു നേർക്കുനേർ പോരാട്ടങ്ങൾ വന്നത്. അന്ന് മുതലുള്ള കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യ 13 മത്സരങ്ങൾ ജയിച്ചപ്പോൾ പാകിസ്ഥാന് ജയിക്കാനായത് വെറും 3 മത്സരങ്ങളിലാണ്. അതായത് ഇന്ത്യ കുട്ടി ക്രിക്കറ്റിലെ ലോക ചാമ്പ്യന്മാരാണ്. ഈ പാകിസ്ഥാനോട് മത്സരിക്കുമ്പോൾ ഇന്ത്യയുടെ വീറ് അല്പം കൂടി കൂടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ലോകകപ്പിലേക്ക് വരികയാണെങ്കിൽ 7 മത്സരങ്ങളിൽ ഇന്ത്യ ജയിച്ചിട്ടുണ്ട്. പാകിസ്ഥാന് ജയിക്കാനായത് ഒരേ ഒരു മത്സരത്തിലാണ്. അത് 2021 ദുബായിലെ മത്സരത്തിലാണ്. ഈ ലോകകപ്പ് തുടങ്ങുമ്പോഴുള്ള പരസ്യ കമ്പനികളൊക്കെ തന്നെ പറയുന്നത് ഇന്ത്യക്ക് 8-1 എന്ന സ്കോറിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ, അതോ പാകിസ്ഥാൻ 2ാം മത്സരം ജയിക്കുമോ എന്നൊക്കെ തന്നെയാണ്. എന്തായാലും ആ മത്സരം അതിന് ഉത്തരം കിട്ടാൻ ഇനി അധികം സമയമില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ഇതൊരു വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ലോകകപ്പിലെ ഈ നേർക്കുനേർ പോരാട്ടങ്ങൾ, അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. 2007 ആദ്യ ലോകകപ്പിൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലായിരുന്നു. അന്ന് തന്നെ ഏറ്റുമുട്ടിയ ആദ്യ മത്സരം തന്നെ ഒരുപക്ഷെ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഒരു അവിസ്മരണീയമായ അധ്യായം സമ്മാനിച്ച ഒരു മത്സരമായിരുന്നു. അന്ന് ആ മത്സരം ടൈ ആയി. ഇരു ടീമുകളും 141 റൺസ് വീതമാണ് നേടിയത്. ആ മത്സരം ബോൾ ഔട്ടിലേക്ക് പോയി. അങ്ങനെ ബോൾ ഔട്ടിലാണ് ഇന്ന് ഇന്ത്യ ജയിച്ചത്. വളരെ ആവേശകരമായ മത്സരമായിരുന്നു. അതേ ലോകകപ്പിന്റെ ഫൈനലിൽ എല്ലാവരും കാത്തിരിക്കുന്ന ആ സ്വപ്ന ഫൈനൽ വന്നെത്തി. ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ ഏറ്റുമുട്ടുകയും അന്ന് ഇന്ത്യ 5 റൺസിന് ജയിച്ചു. ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഷോ ഒക്കെ തന്നെ തുടങ്ങിയത് ആ ഒരു ക്യാച്ചോട് കൂടിയായിരുന്നു. നമ്മുടെ ശ്രീശാന്തിൻ്റെ ആ മനോഹരമായ ക്യാച്ച്. അതിലൂടെ നമുക്കൊരു ലോകകപ്പ് കിട്ടിയതൊക്കെ തന്നെ നമ്മൾക്ക് മനസ്സിലുണ്ടാകും. പിന്നീട് ഒരു ദീർഘകാലത്തെ കാത്തിരിപ്പ് വന്നു. 2012 അന്ന് ഇന്ത്യ 8 വിക്കറ്റിനാണ് ജയിച്ചത്. 2014 വന്നപ്പോഴും കാര്യങ്ങൾ മാറ്റമില്ല. ഇന്ത്യ 7 വിക്കറ്റിന് ജയിക്കുന്നു. 2016 വന്നപ്പോൾ ഇന്ത്യ 6 വിക്കറ്റ് ജയം ആഘോഷിക്കുന്നതാണ്. പക്ഷേ ഇന്ത്യയുടെ ആ വിന്നിംഗ് സ്ട്രീക്കിന് ഒരു ഇടവേള വന്നത് 2021 ദുബായിൽ വെച്ച് നടന്ന ആ മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യയുടെ ആ വിന്നിംഗ് സ്ട്രീക്ക് അങ്ങനെ അവസാനിച്ച് 5-1 ആവുന്ന കാഴ്ചയാണ്. പാകിസ്ഥാൻ അന്ന് 10 വിക്കറ്റാണ് ജയിച്ചത്. പക്ഷേ 2022 ഇന്ത്യ തിരിച്ചടിച്ചു. ആ മത്സരവും ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു മത്സരമാണ്. പ്രത്യേകിച്ച് വിരാട് കോഹ്ലിയുടെ ആ മനോഹരമായ ബാറ്റിംഗ് ഇന്നും എല്ലാ ആരാധകരുടെയും മനസ്സിലുണ്ടാവും. മെൽബണിലെ ആ മനോഹര ബൗണ്ടറിയൊക്കെ തന്നെ, ഇല്ലെങ്കിൽ ആ സിക്സറൊക്കെ തന്നെ മനസ്സിലുണ്ടാവും. അങ്ങനെ ഇന്ത്യ വീണ്ടും ലീഡ് എടുക്കുന്നു 6-1 എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ 2024 കഴിഞ്ഞ തവണ അമേരിക്ക വേദിയായ ആ ലോകകപ്പിൽ ഇന്ത്യ 6 റൺസിന്റെ ആവേശ ജയം സ്വന്തമാക്കി. ഇന്ത്യ വെറും 119 റൺസിനാണ് പാകിസ്ഥാൻ എറിഞ്ഞിട്ടത്. പക്ഷേ ഇന്ത്യയുടെ ബൗളേഴ്സ്, പ്രത്യേകിച്ച് ജസ്പ്രീത് ബുംറയുടെ തകർപ്പൻ സ്പെല്ലൊക്കെ എങ്ങനെയാണ് മറന്നു പോകുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.